ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ? അപ്പോൾ നമ്മളപ്പോൾ ഐറ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഐറ അങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു ചെയ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. ചെയ്സ് എന്ന് പറയുകയാണെങ്കിൽ എയ്ച്ചൻ്റെ ചെയ്സ് അല്ല, എയ്ച്ചൻ്റെ ചെയ്സ് ഓൾറെഡി നമ്മൾ എടുത്തിട്ട് എൻ്റെ വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ മോഡ് എനേബിൾ അല്ല കേട്ടോ ഗൈസ്. എയ്ച്ചൻ്റെ ചെയ്സിൻ്റെ മോഡ് എനേബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ലൈലാൻഡിൻ്റെ ചെയ്സാണ്. അപ്പോൾ എയ്ച്ചൻ്റെ 2 ചെയ്സ് എടുത്ത് നമ്മൾ ഒന്ന് പ്രകാശിലും ഒന്ന് ഓജസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വർക്ക് അതിനിപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മളെ മെയിൻ ബസ്സിനായിട്ടാണ് നമ്മളിന്ന് പോണേ. അപ്പോൾ നമ്മളെ ഇത്ര വണ്ടീനായിട്ട് ഒരു വണ്ടിയെങ്കിലും കിട്ടില്ലാനായിട്ട് വർക്ക് ചെയ്തൊരു വണ്ടി ഇറക്കണ്ടേ ഐറ. അപ്പോൾ നമ്മൾ ഇന്നൊരു വണ്ടി ഇറക്കാൻ പോവാണ്. ഐറേൻ്റെ താല്പര്യപ്രകാരമാണ് ഇന്ന് ഇറക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ലൈലാൻഡിൻ്റെ ചെയ്സാണ് എടുക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ലൈലാൻഡിൻ്റെ ഷോറൂം പോവാം. അപ്പോൾ എയ്ച്ചൻ്റെ ഷോറൂം പോയി 2 ചെയ്സ് എടുത്ത് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് ലൈലാൻഡിൻ്റെ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലൈലാൻഡിൻ്റെ ചെയ്സ് എടുക്കാൻ പോണേ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ അൻഷു കെയ്മാറാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാണ് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ക്യാപ്റ്റൻ ഇവിടെ എല്ലാം കൊണ്ട് റെഡി ആയിക്കുന്നുണ്ട്. കാരണം നമ്മളെ മെയിൻ വണ്ടിയാണ്. നമ്മളെ അൻഷു ഹോളിഡേയ്സിൻ്റെ ഐഡൻറ്റിറ്റി കാറാണ് കേട്ടോ ഗൈസ്. ഐഡൻറ്റിറ്റി ബസ്സാണ് ഗൈസ്. കാരണം ഐഡൻറ്റിറ്റി വരുന്നതാണ് കുറേ ദിവസമായി. നമ്മളെ അത്ര ഫേവറേറ്റ് എല്ലാവരും വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടു ഗൈസ്. അപ്പം നല്ല കിടിലം വർക്കാണ് ചെയ്തത്. അപ്പോൾ ATP ആണോ ചോദിച്ചാൽ ATP ആണ് ഗൈസ്. കാരണം ഇനി ഇറക്കാൻ പോണ വണ്ടി ATP ആണ്. പിന്നെ ഒരു വണ്ടി ATP ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഫുൾ ATP ആയ എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും. ഒരു വൈബ് ഗൈസ്. അപ്പോൾ ATP അല്ലാത്ത കുറേ വണ്ടി നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പുതിയതല്ലാന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി എടുത്ത് നേരായിട്ട് പോവാം. അപ്പോൾ ഏതായാലും നമ്മളെ ക്യാപ്റ്റൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വണ്ടി നമ്മൾ നേരെ പുറത്തിറക്കി. അപ്പോൾ നമ്മൾ കൊമ്പം ഇവിടെ ഇതിൽ പോകുന്നുണ്ട് ഗൈസ്, ആകുരി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഏതായാലും KBRൻ്റെ ഭാഗത്തുനിന്ന് പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. മോഡ്സിനെ കുറിച്ച്, ട്രാഫിക് മോഡിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നില്ല ഗൈസ്. അപ്പോൾ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഒരു മോഡ് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഈ ഒരു മോഡ് എങ്ങനെ എനേബിൾ ചെയ്യേണ്ട വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടും ശക്തമായിട്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നേരെ നമുക്ക് വണ്ടി. അപ്പം ഗൈസ് ഇങ്ങനെ നമ്മൾ ലൈലാൻഡ് ഷോറൂം, എനിക്ക് ഈ വണ്ടി ഇഷ്ടം കാരണം എന്താ വെച്ചാൽ വണ്ടീനെ ഇന്ത്യയിലാണ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം മച്ചാൻ്റെ ഐഡിയ നമ്മൾ ഇതിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ എത്ര ആൾക്കാർക്ക് ഈ വണ്ടി എടുത്ത് ഓടിച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ടവർ മോഡിൽ പോയി കിക്ക് ചെയ്താൽ മതി. അപ്പോൾ മോഡൊക്കെ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം നമ്മൾ ഇത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത ഒരു വണ്ടി നേരെ കണ്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഫ്രണ്ടിലത്തെ കുറച്ച് വർക്കൊക്കെ പോക്കിയിട്ടുണ്ട്. എന്നാലും കേരളത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തൊരു വണ്ടീനെ ഇറക്കിയിട്ട് തന്നിട്ട് ഗൈസ്. അപ്പോൾ അതാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. പിന്നെ നോക്കിക്കാം ഗൈസ്, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ ചെയ്സ് ഇങ്ങോട്ട് ഇറക്കിയാലും കൊണ്ടുവരാം. അപ്പോൾ ലൈലാൻഡ് ഷോറൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ചെയ്സും ബസ്സൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു ബസ്സും എടുത്തില്ല, നമ്മൾ ഈ ഒരു ബസ്സും കൊണ്ട് മാത്രമാണ് കേട്ടോ വന്നത് ഗൈസ്. വേറെ ബസ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെച്ചാണ് ഗൈസ്. കാരണം മറ്റേ വണ്ടി ഒന്നും എടുത്ത് പോകാൻ കഴിയില്ല. കാരണം ഒരു വണ്ടീൻ്റെ ആൾക്കാർ തന്നെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി തന്നെ എടുത്ത് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ വണ്ടിയിൽ നിന്ന് നല്ല രീതിക്ക് പാർക്ക് ചെയ്തിട്ടെ ഗൈസ്. ചെയ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചെയ്സിൻ്റെ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ ബീസ്റ്റിൻ്റെ വർക്കൊക്കെ നമ്മളെ ഷെഡിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോണ വഴി കാണിച്ചാൽ അപ്പോൾ എല്ലാവരും കൂടി കണ്ടില്ല ഗൈസ്. നമ്മൾ സർപ്രൈസ് ആയിട്ട് എടുക്കുന്ന ചെയ്സാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കും. കാരണം ചെയ്സ് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാതെ നേരെ പ്രകാശ് കൊണ്ടുപോയിട്ടൊന്നൊരു വൈപ്പില്ലല്ലോ ഗൈസ്. അപ്പം ഇന്നൊരു വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് പ്രകാശിൽ നിന്ന് ഓർഡർ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയും പോയി എടുക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഈ വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം.
അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് കയറ്റാണ് വണ്ടി. പയറൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം കഴിഞ്ഞ ചേസ് കാണാത്തതുകൊണ്ട് എല്ലാവരും ഇപ്പം ചേസ് എടുക്കുന്ന പുത്തൻ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ലൈലാൻഡിൻ്റെ ചേസ് എടുക്കുന്ന കിടിലം വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ കിടിലം വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ നല്ല രീതിയിൽ കാണുക കേട്ടോ ഗൈസ് പ്ലീസ്. അപ്പം നമ്മളെ ലൈലാൻഡിൻ്റെ ചെറിയ ബോക്സൊക്കെ ഇതിൽ വരുന്നുണ്ട് ഗൈസ്. അതൊന്നും നമുക്കറിയില്ല, നമുക്ക് പ്രകാശ് കൊണ്ടുവരുന്ന ഓൽക്കാൻ അറിയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട് ഗൈസ്. കാരണം നമ്മളെ ഷെഡിൽ ഇവിടെയൊക്കെയാണ് നമ്മളെ അർബാനിയനെ കുറിച്ച് ഒരു ചെറിയ ന്യൂസ് ഉണ്ട്, അത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ നമ്മളെ ചെറിയ കുഴപ്പമുണ്ട്, കാരണം നമ്മളെ ഷെഡ് മാറ്റിയാണ്. കാരണം നമ്മളെ അർബാനിയൊക്കെ ഇവിടെ ആണ് ഇടുന്നത്, കാരണം ഷെഡിലിടാൻ സ്പേസില്ല ഗൈസ്. ഇപ്പോൾ വണ്ടി കൂടി വരികയാണ്. അപ്പോൾ ബസ് അതിലതിനേക്കാൾ കൂടി വന്നത്, അപ്പോൾ ഒക്കെ ഇടാൻ സ്പേസ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇത് മാറി പോകണമെന്നില്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി വണ്ടി കൊണ്ട് പോവാണ്. അപ്പോൾ വണ്ടി ഇവിടെ തന്നെ നോട്ടെ ഗൈസ്. നമ്മൾ ഷെഡിലേക്ക് പോവാണ്. അപ്പോൾ ഷെഡിൽ ചെറിയൊരു വിശേഷം ഉണ്ട് ഗൈസ്. നമ്മളെ ബീസ്റ്റ് തട്ടിയാണ്ട് നമ്മളെ ഷെഡ് ഇങ്ങനെ ചെറിയൊരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളെ ബീസ്റ്റ് നമ്മളെ അനുഷുവിൻ്റെ തന്നെ ബീസ്റ്റ് ഇടിച്ച് പൊളിഞ്ഞെടുക്കായിരുന്നു ഗൈസ്. അപ്പോൾ അത് റിക്കവർ ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആയില്ല, ചെറിയ മുഷിമ്പ് രീതിയിലുള്ള ചെറിയൊരു ടെസ്റ്റൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ഫുള്ളായിട്ട് ആയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പോയി കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പ്രൈവറ്റ് ബസ്. അപ്പോൾ ഇത് കണ്ടവർക്ക് പണ്ട് മുതൽ വീഡിയോ കാണുന്നവർക്ക് അറിയാം. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്തവർക്ക് അറിയാം. ഇത് നമ്മൾ യൂട്യൂബിൽ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ എല്ലാം ബസ്സായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ എടുത്ത് ഓടിച്ചുകൊണ്ടൊക്കെ നിന്ന് ബസ്സായിരുന്നു ഗൈസ്. ഇത് ചെയ്യാനാണ് ഗൈസ്. ഇതേ മലക്കറക്കാൻ ആർക്കും കഴിയില്ലല്ലോ ഗൈസ്. വണ്ടി എനിക്ക് വിൽക്കേണ്ടി വന്നു ഗൈസ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ എടുക്കേണ്ടി വന്നു. പിന്നെ വീണ്ടും നമ്മൾ ഈ വണ്ടി തിരിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടിയുടെ ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഒരു പ്രൈവറ്റ് ബസ് ഒരിക്കലും മുട്ടാൻ കഴിയാത്ത അത്രയും ലൈറ്റ് വർക്കിലാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടിൽ ആരോരും ഇല്ലാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു ഗൈസ്. ആർക്കും വേണ്ടാത്തതുകൊണ്ട് നല്ലൊരു വിലക്കുറവിന് എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒന്നും നോക്കിയില്ല, പണി എടുത്താൽ പൊളിച്ച് ഗൈസ്. വണ്ടി കിടില മാർക്കിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്, നല്ല ഇറക്കി. ഒന്നും നോക്കില്ല, പൈസ വേണം ഗൈസ്. എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. കാരണം നാളെ നമ്മളെ മറ്റേ ബസ്സിൻ്റെ ലോഞ്ചിങ്, ഇതിനൊക്കെ പൈസ വേണ്ട ഗൈസ്. പൈസ അതുകൊണ്ട് തന്നെ ചെറിയ പൈസക്ക് വണ്ടി വർക്ക് ചെയ്ത് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റേ മൊഞ്ചത്തി ആണോ ചോദിച്ചാൽ മൊഞ്ചത്തി അല്ല, നമ്മൾ ഈ വണ്ടിക്ക് കിട്ടുക റെഡ് ബുൾ എന്നാണ്. അപ്പം നമ്മളങ്ങനെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പം നാളെയാണ് വണ്ടി നമ്മളെ മെയിൻ ബസ് ലോഞ്ചിങ് ചെയ്യാണ്. പ്രെഡിക്ഷനായിട്ട് നമ്മൾ വണ്ടി മറിച്ചൊക്കില്ല ഗൈസ്. കാരണം ഒരു അസ്ത്രയാണ് വിത്ത് ഗോഡ്സ് ഇല്ല. അപ്പം നാളെ ലോഞ്ചിങ്ങിന് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും ഉണ്ടാവും വിത്ത് അൻഷു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.